എന്തിനാ പിന്നെ ഈ പാടുപെടുന്നേ? ഇപ്പൊ രാവിലെ മമ്മിയുടെ ദോശ അത്ര ശരിയാവുന്നില്ല. അതെന്താ മമ്മി അതിന്റെ കാരണം? ഇതെന്താ ദോശ ഇങ്ങനെ കടിച്ചു പറിച്ചോളിരിക്കുന്നേ? പിന്മാറില്ല. അപ്പൊ ഇന്നിങ്ങനെ കടിച്ചു പറിച്ച് ദോശ ആയിരിക്കുന്നു. കാരണം എന്നാന്നറിയാവോ, ഈ ദോശക്കല്ല് എങ്ങനെ ഇരുന്ന് കാര്യം നെറ്റ് വെച്ചതൊക്കെ ആയിരുന്നു കാര്യം. ഈ ഉപയോഗിക്കാതിരുന്നിട്ടേ ശരിയാണ്. എന്നിട്ടാണ് മമ്മി എന്നോട് പറയണേ ഇതിനകത്ത് ഇതെടുത്ത് ദോശ ചൂടണം എന്ന് എന്നോട്. നമ്മളിത് മെരുക്കിയെടുക്കണതേ നോൺ സ്റ്റിക്ക് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ നോക്കണ്ട. എത്ര ദിവസം എടുക്കും മെരുങ്ങാനായിട്ട്? മെരുക്കിയതൊക്കെ അത് ഉപയോഗിക്കാതിരുന്നോണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് ആയിക്കോളൂ. ആണോ? പക്ഷെ ശരിയായി വരുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ദോശ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യത്തെ ദോശയുടെ അവസ്ഥ ഏകദേശം ഈ ഒരു അവസ്ഥയായിരുന്നു. എല്ലാം കടിച്ചു പിടിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പം ശരിയായി വരുന്നുണ്ട്. ശരിയാകുന്നേ, ദോശക്കല്ലിട്ട് ശരിയാകും. അതെ. പക്ഷെ ഈ ദോശക്കല്ല് തന്നെ ഒരു 10 കിലോ ഉണ്ട് കേട്ടോ. ഇത് എടുത്തു പോക്കണമെങ്കിലാണ് വൺ സൈഡേ അതിന്റെ പിടിയുള്ളൂ. മമ്മിയെ കൊണ്ട് തന്നെ പറ്റുള്ളൂ, എന്നെ കൊണ്ട് പറ്റില്ല ഈ ദോശയുടെ കല്ലെടുക്കാൻ. പക്ഷെ എന്റെ സങ്കല്പത്തിൽ ഒരു പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. ഇങ്ങനെ കടിച്ചു പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. എവിടെയെങ്കിലും ഒരു പൊട്ടലോ പോറലോ വന്നു കഴിഞ്ഞാണ്ടല്ലോ അത് മാറ്റണം. ഈ അപ്പോൾ 1500-2000 രൂപ കൊടുത്തേച്ച് എന്നൊന്നും നോൺ സ്റ്റിക്കിന്റെ പാത്രം മാറ്റാൻ തോന്നുമോ? തോന്നിയല്ലോ നമുക്ക്. അതാണ് തോന്നില്ല. പക്ഷെ അത് ഭയങ്കര വിഷമാണോ? പിന്നല്ലാണ്ട് മമ്മി അതിനെപ്പറ്റി സ്റ്റഡി നടത്തിയോ? നോൺ സ്റ്റിക്ക് വിഷമാണ് അതൊക്കെ എന്നും ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടാന്നല്ലേ. കഴിഞ്ഞാൽ അതിൽ നിന്നൊരു അതിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താട്ടോ. നോൺ സ്റ്റിക്ക് വിഷമാണെന്നാണ് മമ്മി പറയുന്നത് കേട്ടോ. എനിക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് കൂടുതൽ ഇഷ്ടം. നോൺ സ്റ്റിക്ക് പൊളിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ കൂടിയല്ല. അതെ അല്ലേ? അത് ഒരു എക്സാക്ട്ലി കറക്റ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ നോൺ സ്റ്റിക്ക് വിഷമാണോ? അങ്ങനെ ഞാൻ പറയണില്ല. നോൺ സ്റ്റിക്ക് പുതിയതോടെ മേടിച്ച് പുളിയാതെയൊക്കെ ഉപയോഗിക്കണത് കുഴപ്പമൊന്നുമില്ല. ഞാൻ എപ്പോഴും ഒരു നോൺ സ്റ്റിക്ക് ഫാനാണ് കേട്ടോ. മമ്മി ഇങ്ങനെ ഇരുമ്പിന്റെ ചട്ടികളുടെ ഫാനാണ്. നോൺ സ്റ്റിക്ക് ഒക്കെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ യൂസർ ഫ്രണ്ട്ലി ആണ് നോൺ സ്റ്റിക്ക്. എന്തിനാ പിന്നെ ഈ പാടുപെടുന്നേ? അതെ ചെയ്തോ മമ്മിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. മമ്മിയുടെ സമയം പോട്ടെ. അതെ, 2 കുത്തും 2 ഇടിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ശരിയായിക്കോളും. അപ്പൊ മമ്മി ദോശ വൻ പരാജയം വേണ്ട. മമ്മി മുട്ട പൊരിക്കുക. അതിനാ മമ്മി മുട്ട പൊരിക്കാന്ന് വെച്ചേ? മുട്ട പൊരിച്ച ദോശ ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണോ പറയുന്നത്? ആണോ? അതെന്താ അതിന്റെ ഒരു എന്താ ഹിസ്റ്ററി എന്താ? അതൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അല്ലേ? ഇന്നപ്പോ ദോശയില്ല മുട്ടയില്ല അല്ലെ? കൊളമായി രണ്ടും. മമ്മി ആ കുരുമുളകും കൂടെ ഇട്ടാലോ? മമ്മിയുടെ പുതിയ കുരുമുളകിന്റെ സാധനം വേണ്ട, അല്ലാണ്ട് നമുക്ക് കുരുമുളക് ഇട്ട് എടുക്കാം. കുരുമുളക് തീർന്നായിരുന്നു കേട്ടോ. തിരിച്ചാ മമ്മി പിടിച്ചേ? അല്ലെന്നേ, ഫസ്റ്റ് രാവിലെ കിളിയെല്ലാം പോയി മമ്മിയുടെ. പക്ഷെ ഇത് നല്ല സാധനമല്ലേ ശരിക്കും? അവിടെ നിന്ന് മമ്മി കൊണ്ടുവന്നല്ലേ? ഇതേ ഉള്ളൂ. ഇതെനിക്ക് ഇഷ്ടമായി. അത് മതി, അടിപൊളി. ഞാൻ വിജയിച്ചു. അപ്പൊ ശരി, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. എനിക്കത് മതി. താങ്ക് യു മമ്മി. എനിക്ക് വേണ്ട ദോശ. എനിക്ക് ഈ മുട്ട മാത്രം മതി. അതെ, വെറുതെ കഷ്ടപ്പെടണ്ടല്ലോ. മുട്ട പൊരിച്ചിട്ട് ശരിയാവോ? മുട്ട പൊരിച്ചാൽ സൂപ്പർ ആയില്ലേ? ഇപ്പൊ നോക്കാം, നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. സെറ്റായല്ലോ. സെറ്റായി. ഇത് യൂസ് ചെയ്ത് അത് വഴക്കാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? യൂസ് ചെയ്യണം. യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. എന്റെ വീട്ടിലൊക്കെ ദോശക്കല്ലായിരുന്നു. ആണോ? പിന്നെ മമ്മി എന്താ കല്യാണത്തിന് മുന്നേ ഒക്കെ ദോശ ഇടുവായിരുന്നു മമ്മി? പിന്നെ ഞാൻ ദോശ പിന്നെ സത്യം ഞാൻ മമ്മിയുടെ അച്ചാമ്മേനോടൊക്കെ ചോദിക്കും. ഞാൻ അത് പിന്നെ മൂത്തവർക്ക് എപ്പോഴും ഇളയവരെ പറ്റി അങ്ങനെ പറയാം. അച്ചാമ്മേനി പണ്ട് കുഞ്ഞായിരുന്നു ഇപ്പൊ ചെയ്യുന്ന പറഞ്ഞത് ഇപ്പോഴും അങ്ങനെ പറയണേ. ആണോ? ഞാനൊരു വീട്ടിൽ 2 വീട്ടിലെ പണി ഒരുമിച്ച് ചെയ്യും. പിന്നെയാ അങ്ങനെ വിളിക്കാനും പറയാം, അവള് കല്ലി അവളൊന്നും ചെയ്യില്ല. നോക്കട്ടെ. സെറ്റായിട്ടോ. വേണ്ട, കാരണവന്മാര് പറയുന്നൊരു കാര്യമുണ്ട്.